അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ തമ്മിൽ കണ്ട പോലെ അല്ലെങ്കിൽ നിങ്ങൾ എൻ്റെ റീല് കണ്ടിട്ടായിരിക്കും ഈ വഴി വന്നേക്കുന്നത്. കാരണം ഞാൻ ചെയ്യാൻ പോകുന്നത് അർജന്റീനയുടെ ഐ മേക്കപ്പ് ആണ്. എൻ്റെ പേജിൽ ഓൾറെഡി സബ്സ്ക്രൈബേഴ്സ് ആയിട്ടിരിക്കുന്നവർക്കറിയാം. പുതിയ ആൾക്കാരാണെങ്കിൽ ഞാൻ ഈ റീസെൻ്റ്ലി കുറച്ച് ഐ മേക്കപ്പ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം സബ്സ്ക്രൈബേഴ്സിലും നോൺ സബ്സ്ക്രൈബേഴ്സിലും എനിക്ക് നല്ല അക്സെപ്റ്റൻസ് കിട്ടിയിട്ടുണ്ട്. ചിലവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കുന്നു. അവരെ ഞാൻ ഒന്നുകൂടെ ഉറപ്പിക്കുകയാണ്, നിങ്ങൾക്ക് ഞാൻ ഡിസർവിങ് എന്ന് തോന്നുവാണെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ആദ്യം തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. എഫേർട്ടിനുള്ള ഒരു ഫലം എനിക്ക് കിട്ടുള്ളൂ. ഫസ്റ്റ് ടൈമാണ് ഞാൻ ഈ ഒരു സമയത്ത് വീഡിയോ എടുക്കുന്നത്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10:08 രാത്രി 10 മണി കഴിഞ്ഞു. കുറേ പേര് കമൻറ്റ് ചെയ്ത സാധനമാണ്, ചേച്ചി അർജൻറ്റീന ചെയ്യുമോ അർജൻറ്റീന ചെയ്യുമോ എന്ന്. അപ്പോൾ അർജൻറ്റീന ഒരു വിജയം കൈവരിച്ച ഇന്നലത്തെ മാച്ചൊക്കെ ഭയങ്കര അടിപൊളിയായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കേട്ടിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോയി കഴിഞ്ഞാൽ എനിക്ക് ഫുട്ബോളിനെ പറ്റി യാതൊരുവിധ ഐഡിയ ഇല്ല. എൻ്റെ ഒരു ഫീൽഡല്ല. ഞാൻ അതിനെപ്പറ്റി അങ്ങനെ വലിയ അന്വേഷിക്കാനും പോയിട്ടില്ല. പക്ഷേ ഞാൻ ഇങ്ങനെ ഓരോരുത്തരുടെ സ്റ്റോറീസൊക്കെ കാണാറുണ്ട്. അങ്ങനെ അപ്പോൾ കുറേ പേര് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഞാനൊരു ചെറിയ വീഡിയോ ചെയ്തു, പക്ഷേ അതിലെനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല. അതുപോലെ തന്നെ പോർച്ചുഗലിൻ്റെയൊക്കെ കുറേ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ബ്രസീലും ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു. കാരണം എന്തെങ്കിലും പറഞ്ഞു പോയാൽ അത് അബദ്ധമായി പോകും. അതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യം ഇതിൽ നിന്നും തുടങ്ങാം. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു റീലുണ്ട്. ആ റീല് നമ്മളിങ്ങനെ അതിലെ ഓരോ എനിക്ക് തോന്നുന്നു ആ ടീമിലുള്ള ആൾക്കാർ ഓരോന്ന് ഓരോ ആക്ഷൻസ് ചെയ്യും. അതിനനുസരിച്ച് മേക്കപ്പ് ചെയ്യുന്ന സംഭവം അത് നിങ്ങളും കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ആ സാധനം ഞാൻ റീക്രിയേറ്റ് ചെയ്യാൻ പോവാം. അപ്പോൾ നമുക്ക് മേക്കപ്പിലോട്ട് പോവാം. എനിക്കറിയാൻ മേലെ ഇത് എങ്ങനെ എവിടെ ചെന്ന് അവസാനിക്കുമെന്ന്. നമുക്ക് എന്നെ കൊണ്ട് പറ്റുന്ന പോലെ നോക്കാം. എൻ്റെ കയ്യിൽ ജേഴ്സി ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് അറിയാൻ മേല. ഞാൻ പിന്നെ ഓരോരുത്തർ വീഡിയോ ചെയ്യാൻ പറയുമ്പോഴത്തേക്കും ഞാൻ വിചാരിക്കും, ദൈവം ഞാൻ എങ്ങനെ ചെയ്യും, എൻ്റെ കയ്യിൽ ജേഴ്സി ഒന്നുമില്ല. പിന്നെ ആ കളറിന് മാച്ചായിട്ടുള്ള 2 ഡിഫറെൻറ്റ് ഡ്രസ്സുകൾ ഞാനിങ്ങ് പൊക്കിയെടുത്തു കൊണ്ടുവന്നേക്കുവാണ്. വലിയ കുഴപ്പമില്ലാന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോകാം. നമുക്ക് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആക്ച്വലി ഞാൻ ആ വീഡിയോയിൽ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ വീഡിയോയിൽ പുള്ളിക്കാരിയുടെ ഒരു ആക്ഷൻ കാണിക്കുന്നു. അത് കഴിഞ്ഞിട്ട് മറ്റേ ആ ഒരു ടീമിലുള്ള ആൾക്കാർ കാണിക്കുന്നു. അത് കഴിഞ്ഞിട്ട് അതിങ്ങനെ വന്ന് ലാസ്റ്റ് ആ ഒരു പുള്ളിക്കാരി ജേഴ്സിയൊക്കെ ഇട്ടാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഞാനത് എങ്ങനെ ചെയ്യുമെന്ന് വിചാരിച്ചപ്പോൾ ഞാനത് ഓരോ ഫ്രെയിമും പുള്ളിക്കാരിയുടെ ഓരോ മേക്കപ്പിൻ്റെ ഫ്രെയിമും ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഏകദേശം അതൊന്ന് ഇൻസ്പയർ ആക്കി നോക്കാം. എത്രത്തോളം സെറ്റ് ആവുന്നൊന്നും എനിക്കറിയില്ല. പുള്ളിക്കാരി ഭയങ്കര വലിയൊരു യൂട്യൂബറാണ്. അപ്പം നമുക്ക് നമ്മുടെ കയ്യിലുള്ള കുന്നംകുളം വേഷം വെച്ച് നോക്കാം. എന്തായാലും വീഡിയോ അവസാനം വരെ കാണണേ. ഞാൻ അത്രയും എഫേർട്ട് ഇട്ടാണ് ഈ വീഡിയോ ചെയ്യാൻ പോകുന്നത്. ഞാൻ ആദ്യം വിചാരിച്ചു ഈ വീഡിയോ നീട്ടി വെക്കാമെന്ന്. പിന്നെ ഞാൻ വിചാരിച്ചു ഇപ്പോൾ ഒരു മൂടുണ്ടാവും, ഒറ്റ മൈൻഡിൽ അങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് ആദ്യം പ്രൈമർ ഇടാം. ഇനി അങ്ങോട്ട് മേ ബി ഞാൻ ചിലപ്പോൾ സംസാരിക്കില്ലായിരിക്കും. കാരണം ഇത്ര ഡിസ്റ്റൻസ് വെച്ച് സംസാരിച്ചാലേ മര്യാദയ്ക്ക് കേൾക്കത്തുള്ളൂ എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ചിലപ്പോൾ ഓൺ വോയിസ് ആയിരിക്കും കേട്ടോ. നിങ്ങൾക്ക് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഇത്രയും ഫ്രെയിംസ് നമുക്ക് ചെയ്യാനുണ്ട്. ഇതിൽ ചിലത് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ട്. പക്ഷേ ഏറെക്കുറെ 1 2 3 6 10 11 12 ഒരു 12 13 ഒരു വീഡിയോസ് എടുക്കാനുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ലോങ് വീഡിയോ എടുക്കണം. ഇങ്ങനെ എടുക്കണം. അപ്പോൾ കുറച്ച് ടാസ്ക്കാണ്, നമുക്ക് നോക്കാം. ആദ്യം പുള്ളിക്കാരി അതിൻ്റെ അകത്ത് ഇവിടെ നീല, ഇവിടെ വൈറ്റും, ഇവിടെ ബ്ലൂ, ഇവിടെ വൈറ്റും, എന്നിട്ട് ഇവിടെ ഇങ്ങനെ വരച്ചിട്ട് ഇവിടെ ഇങ്ങനെ ആക്കും. എന്നിട്ട് അർജന്റീന എന്ന് പറയും. നിങ്ങൾക്ക് ചിരിക്കാനുള്ള കണ്ടിട്ട് ചിലപ്പോൾ ബേബി കാണാം. ദൈവമേ, ഇങ്ങനെ വരച്ചിട്ട് അർജന്റീന എന്ന് പറയും. ഓക്കെ, എൻ്റെ കയ്യിൽ മോയ്സ്ചറൈസർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ എൻ്റെ സൺസ്ക്രീനാണ് ഇട്ടേക്കുന്നത്. എന്നിട്ട് അതിൻ്റെ പുറത്ത് നമ്മൾ പ്രൈമർ ഇടാൻ പോവാം. കാരണം മേക്കപ്പ് ഇത്രയും ഇടുന്നത് കൊണ്ടും കുറച്ച് പ്രൊഡക്ട്സ് വേണമെങ്കിൽ ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തേക്കാവേ. അപ്പം നമ്മളിനി അർജന്റീന എന്ന് പറയാൻ പോവുക. എൻ്റെ കയ്യിലിരിക്കുന്ന പാലറ്റ് പിഗ്മെൻറ്റഡ് അല്ലാത്തതുകൊണ്ട് ഞാനിവിടെ നീല, ഇവിടെ മാത്രമേ ഞാനൊന്ന് ഇടേണ്ടടുത്ത് മാത്രം ഒന്ന്, കാരണം ഇതൊക്കെ തുടച്ച് കളയാനുള്ളതല്ലേ മേക്കപ്പ്. ഇവിടെ മാത്രം ഞാൻ കൺസീലർ ഇടുന്നുള്ളൂ. വൈറ്റ് ഞാൻ വൈറ്റ് കാജൽ വെച്ചിട്ടാണ് ഇടുന്നത്. പക്ഷേ വൈറ്റ് കാജലിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ട്രാൻസ്ഫർ പ്രൂഫ് എങ്ങാണ്ട്, വാട്ടർ പ്രൂഫ് എങ്ങാണ്ട്, അത് പോവില്ല. പിന്നെ കുറച്ച് പാട് കിടണം കളയണമെങ്കിൽ. നിങ്ങൾക്കറിയാം പാലറ്റിലെ ഷെയ്ഡ് ഞാൻ ഇളക്കിയെടുത്തു, അല്ലെങ്കിൽ ഇതിനകത്തൊന്നും നടക്കില്ല. മേലത്തെ സാധനം മര്യാദയ്ക്ക് കാണുന്നില്ല. പിന്നെ ഞാനൊരു കാര്യം ഓർത്തെ, ഇനി ഈ നീല സംഭവം ആവശ്യം വരും. അപ്പം ഞാൻ എന്ത് ചെയ്യും? അതുകൊണ്ട് എല്ലാം കൂടെ വാരി വലിച്ച് തേക്കാനും പറ്റില്ല. അപ്പം നമുക്ക് നമ്മുടെ നീല ഏറെക്കുറെ സെറ്റായി. പിന്നെ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് മേക്കപ്പ് പ്രോഡക്റ്റ്സ് തന്നെ, അതുകൊണ്ട് തന്നെ വലിയ കുഴപ്പമില്ല. സ്കിന്നിന് എന്തിനാണോ ഞാൻ ഈ കാജൽ വാങ്ങിച്ചത്, ഇത് വാങ്ങിച്ചിട്ട് എനിക്ക് ഐ മേക്കപ്പ് ചെയ്യാൻ ഇത് യൂസ് ആക്കാൻ പറ്റുന്നുള്ളൂ. ഈ സാധനമാണ് ഞാൻ പറഞ്ഞത്, വാരി തേക്കാനുണ്ട്. ചിലപ്പോൾ പോവാൻ കുറച്ച് പാടായിരിക്കും. അർജന്റീന ഇങ്ങനെ വന്നിട്ട് അർജന്റീന
അപ്പോൾ ഫസ്റ്റ് ഷോട്ട് പോയി എടുത്തിട്ട് വരാം. അപ്പോൾ ഇനി നമുക്ക് അങ്ങോട്ട് ചോദിച്ചും പറഞ്ഞും കാര്യങ്ങളൊക്കെ പറഞ്ഞങ്ങോട്ട് പോവാം. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ എടുക്കുമ്പോൾ, അതായത് ഒറിജിനൽ റീൽ എടുക്കാൻ പോകുമ്പോഴത്തേക്ക് ആ ഒരു മൈക്ക് അവിടെ കാണണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ മൈക്ക് എടുത്ത് ദൂരെ വെച്ചിട്ട് പിന്നെ എല്ലാം റെഡി ആയി കഴിഞ്ഞിട്ട് ആ മൈക്ക് അവിടെ ഇരുന്നു, ഞാനത് മറന്നു പോവുകയും ചെയ്തു. എന്നിട്ട് ഞാൻ ഘോരഘോരമായി പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു, ഒരു സാധനമായിട്ട് റെക്കോർഡായോ ഇല്ല. സൂപ്പർ. ആ പോർഷൻ വന്നിട്ട് ആ ഒരു ഫ്ലാഗിന്റെ ആ ഒരു തീം വരയ്ക്കുക എന്നുള്ളതാണ്. അത് ഞാൻ വരച്ച് കംപ്ലീറ്റ് ആക്കിയിട്ട് പിന്നെ അതിന്റെ പ്രാക്ടീസ് ആണ് നടക്കുന്നത്. ഒരു സാധനം തന്നെ ഒത്തിരി വട്ടം ചെയ്തിട്ട് പിന്നെ ഒരു സൈഡിലായിട്ട് ഫ്ലാഗ് വരും. ഒരു സൈഡ് ആദ്യം മായ്ച്ച് കളയുക, അവിടെ ഫ്ലാഗ് വരയ്ക്കുക. അപ്പോൾ ഫ്ലാഗ് വരയ്ക്കുന്നതിന് മുന്നായിട്ട് അവിടെ കൺസീലർ ഇടുന്നുണ്ട്. കൺസീലർ ഇട്ട് അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ഫ്ലാഗ് വരയ്ക്കുന്നുണ്ട്. ഞാൻ എൻ്റെ ഐഷാഡോ പാലറ്റിലെ ഷെയ്ഡ് തന്നെയാണ് എടുത്തേക്കുന്നത്. പിന്നെ നമ്മുടെ വേറെ വഴിയില്ലാത്തതുകൊണ്ട് നമ്മുടെ ആ കാജൽ തന്നെ നടുക്കും വെച്ചേക്കുന്നു. പിന്നെ ഇവരെ നടുക്ക് എംബ്ലോ, അതിനെന്താ പറയുന്നത്, ആ ഒരു സംഭവം ഉണ്ട്, യെല്ലോ കളറായി, ആ ഒരു കളറായിട്ടാണ് ഞാൻ കണ്ടത്. അപ്പം ഞാൻ അത് തന്നെയാണ് അപ്ലൈ ചെയ്ത് കൊടുത്തത്. അത് കഴിഞ്ഞിട്ട് ഇനി ട്രാൻസിഷൻ ചെയ്യണം. കുറച്ച് പാടായിരുന്നു, കാരണം ഓപ്പോസിറ്റ് സൈഡും ചെയ്യണമല്ലോ. അങ്ങനെ രണ്ട് സൈഡിലും ഫ്ലാഗ് ഒക്കെ വരച്ച് പിന്നെ അങ്ങോട്ട് ട്രാൻസിഷൻ സെറ്റ് ആക്കുന്നതായിരുന്നു. കുറച്ച് ഈ ഒരു ആക്ഷൻസ് പഠിക്കുന്നതാണ് ഏറ്റവും ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ 30 സെക്കൻഡ്സ് റീൽ അല്ലെങ്കിൽ 40 സെക്കൻഡ്സ് റീൽ നിങ്ങൾ കാണുമ്പോഴത്തേക്ക് ഒരുപാട് എഫേർട്ട് അതിന്റെ പുറകിലുണ്ടെന്ന് നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കി തരണം. അതിനു വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോയുടെ ഉദ്ദേശം. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ട്രാൻസിഷനിൽ വരുന്നത് ഞാൻ വിചാരിച്ചു കളർ കറക്റ്റർ യൂസ് ചെയ്തിട്ട് അത് അപ്ലൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞിട്ട് അതൊന്ന് ബ്ലെൻഡ് ആക്കിയിട്ട് അടുത്ത ലുക്ക് വരുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൈ 2-3 പ്രാവശ്യം പൊക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് എന്തോ പെട്ടെന്ന് പണി വളയാൻ തോന്നി. പിന്നെ വേദന എടുക്കണ്ടായിരുന്നു. പിന്നെ സെറ്റായി. പിന്നെ ഫൗണ്ടേഷൻ ഇങ്ങനെ ഒലിച്ചതുപോലെ വരണം. ഇത്രയും തന്നെ എടുത്തപ്പോൾ തന്നെ ഓവറായി പോയി. എൻ്റെ ആ ഒരു അങ്ങനെ ഒരു ലിക്വിഡ് അത്ര ഇതായിട്ടുള്ളതല്ല. പിന്നെ ഒത്തിരി ഫൗണ്ടേഷനൊക്കെ ഇങ്ങനെ വേസ്റ്റ് ചെയ്യും. അപ്പോൾ എന്നിട്ട് പിന്നെ ഞാൻ അത് ആദ്യം കുറേ ടേക്ക് എടുത്തു. ഇതിനകത്ത് കുറച്ച് പോർഷൻസ് മാത്രമേ കാണിക്കുന്നുള്ളൂ. നല്ലപോലെ ടേക്ക് എടുത്തു, കാരണം ലിപ്പും സിങ്ക് ആവണം, നമ്മുടെ ആക്ഷനും സിങ്ക് ആവണം. പിന്നെ ഞാനത് ബ്ലെൻഡ് ചെയ്യാനായിട്ട് കുറച്ച് പാടുപെട്ടു, കാരണം ഞാൻ യൂഷ്വലി യൂസ് ചെയ്യുന്ന ഫൗണ്ടേഷനേക്കാളും നല്ലപോലെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ കോണ്ടോർ ചെയ്തു, പക്ഷെ അതിന്റെ വീഡിയോ എടുത്തില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ബ്ലഷ് ഇട്ടിട്ടുള്ള ട്രാൻസിഷൻ ആയിരുന്നു. അതിങ്ങനെ കുറേ പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞിട്ട് എത്ര പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാലൊന്നും ശരിയാവുന്നത്. പിന്നെ അത് ബ്ലഷ് ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വിചാരിച്ചു അടുത്ത ട്രാൻസിഷനിൽ ഒരു ചേഞ്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമുക്ക് ലിപ്സ്റ്റിക് ഒന്ന് അപ്ലൈ ചെയ്യാന്ന് വിചാരിച്ചു. ലിപ്റ്റിന്റെ ആണ്, മേബലിന്റെ. അതോട് ഇട്ടിട്ട് അടുത്തത് ഞാൻ ചെയ്തു. ഞാൻ ഒരു എക്സാമ്പിൾ ഒരു വീഡിയോ എടുക്കുന്നുണ്ട്. ആ വീഡിയോ ഇങ്ങനെ അവിടെ പോയി ഓൺ ആക്കും, എന്നിട്ട് ഇവിടെ ചെയ്യും. അങ്ങനെയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇനി നമ്മൾ സിൽവർ ഷെയ്ഡുള്ള ഐഷാഡോയുടെ ഒരു പോർഷൻ മാത്രം ചെയ്തിട്ടാണ് ഈ ഒരു ട്രാൻസിഷനിലേക്ക് പോകുന്നത്. അപ്പൊ അതിന്റെ ഈ ഒരു ആക്ഷൻ ആയിരുന്നു. ഇതിന്റെ സംഭവം എന്താണെന്നും എനിക്ക് യാതൊരു വിധ ഐഡിയ ഇല്ല. പിന്നെ ഒരു കണ്ണിലായിട്ട് നമ്മൾ ബ്ലൂ ഷെയ്ഡ് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ട്രാൻസിഷൻ ചെയ്തിട്ട് 2 കണ്ണിലായിട്ട് ചെയ്യും. കണ്ടോ, ഇപ്പൊ ഞാൻ ആ ചെയ്യുന്ന ആക്ഷൻ അത് കഴിഞ്ഞിട്ട് 2 കണ്ണിലായിട്ട് ചെയ്തിട്ട് പിന്നെ മസ്കാര ഇട്ടിട്ടുണ്ട് ഒരു ചേഞ്ച് വരാൻ വേണ്ടിയിട്ട്. പിന്നെയാണ് ഞാൻ ശ്രദ്ധിച്ച് നോക്കിയപ്പോഴാണ് ഇന്നർ കോർണറിൽ അതുപോലെ തന്നെ താഴെ ബ്ലൂ കൊടുത്തിട്ടുണ്ട് കണ്ണിന്റെ ഉള്ളിൽ. അപ്പൊ അത് വെച്ചിട്ട് ഞാൻ അടുത്ത ട്രാൻസിഷൻ ചെയ്തു. പിന്നെ ഞാൻ വിചാരിച്ചു പുള്ളിക്കാരി വേറെ എന്തോ യൂസ് ചെയ്തേക്കുന്നത്. അപ്പൊ ഞാൻ ഇവിടെ ഒരു ഹൈലൈറ്റർ വെച്ചിട്ട് പണിയാന്ന് വിചാരിച്ചു. നമ്മുടെ ഉള്ളതിൽ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതിന്റെ കൂടെ തന്നെ പുള്ളിക്കാരി വൈറ്റ് കാജൽ എഴുതിയിട്ടുണ്ട്, അത് ഞാൻ ചെയ്തു. പിന്നെ നമ്മൾ യൂഷ്വലി ചെയ്യാറുള്ളതാണ് ഇതുപോലൊരു ഐറ്റം, ഇത് ഒരു വിങ്സ് പോലുള്ള സംഭവം. അത് ഞാൻ പിന്നെ ചെയ്തു. ദൂരെ നോക്കുമ്പോൾ നിങ്ങൾക്ക് വലിയ കുഴപ്പമില്ലല്ലോ, അടുത്തു നോക്കുമ്പോൾ ചെറിയതായിട്ടുള്ള ഇംപെർഫെക്ഷൻ ഒക്കെ ഉണ്ട്. പക്ഷെ ഞാൻ എങ്ങനെയൊക്കെയോ അങ്ങോട്ട് മാനേജ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇതേ മുദ്ര ശ്രദ്ധിക്കണം, മുദ്ര ഇതായിരുന്നു ഞാൻ ആദ്യം ചെയ്തത്. പക്ഷെ അവരതല്ല ചെയ്തത്, അതിന്റെ ഇങ്ങനെയാണ് കൈ പിടിക്കേണ്ടത് എന്നാണ് ഞാൻ ആ വീഡിയോയിൽ കണ്ടത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ലിപ് ലൈനർ വെച്ച് വരച്ചിട്ട് ലിപ്സ്റ്റിക്സ് ഫില്ല് ചെയ്തിട്ടുണ്ട്. അതുകൂടെ കഴിഞ്ഞ് നമ്മുടെ ആക്ഷൻ സോങ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ നമ്മൾ മാരക എക്സ്പ്രഷൻസ് ഒക്കെ ഇടണം. ലാസ്റ്റ് ആയിട്ട് ഒരു വലിയൊരു സെന്റൻസ് ഉണ്ട്. ഞാൻ ഇതെങ്ങനെ പഠിക്കുമെന്ന് വിചാരിച്ചിട്ട് 2-3 പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്കത് കിട്ടി. അത് കഴിഞ്ഞിട്ട് പിന്നെ മാരക എക്സ്പ്രഷൻ ഒക്കെ ഇട്ടോണം, കാരണം എവിടെന്നെങ്കിലും ഒക്കെ പെറുക്കി ആയിരിക്കും നമ്മൾ ട്രാൻസിഷനിൽ ഇടുന്നത്. അപ്പൊ ഇതാണ് ഗൈസ്, നിങ്ങൾ ഒരു 30 സെക്കൻഡ് 40 സെക്കൻഡ് 50 സെക്കൻഡ് റീലൊക്കെ കാണുന്നതിന്റെ പിന്നിലുള്ള ഒരു എഫേർട്ട്. ഇത് ഞാൻ രാത്രി എടുക്കുന്നതുകൊണ്ട് തന്നെ നല്ല എഫേർട്ട് ഇട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കനോട് എനേബിൾ ചെയ്താൽ അടുത്തടുത്ത വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ മറ്റൊരു വീഡിയോ കാണാം. ബൈ.